വാരിയിടട്ടെ, കുറെ കാറ്റുണ്ടല്ലോ, പെട്ടെന്ന് വാരിയിട്ടെ. എടാ പെട്ടെന്ന് വാ, മതി കഴിഞ്ഞ് ഇറങ്ങാ. വാ നമുക്ക് പോകാം. അവിടെ നിന്ന് റിസ്ക് എടുക്കണ്ട. വാ എന്റെ പുറകെ പോരെ. വാടാ എന്റെ പുറകെ വാ. ഞാൻ ഈ മെയിൻ ഗേറ്റ് പൊളിക്കട്ടെ. ഇത് പൊളിച്ചാലേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. പുറത്ത് പോലീസ് വന്നിട്ടുണ്ട്. നമുക്ക് തുടങ്ങാടാ വെടി. വാടാ. വെടിവെച്ച് തകർത്തു തന്നെ. ഇടാ നിങ്ങൾ നോക്കിക്കല്ലേ, വെടിവെക്കും എല്ലാരും. വാ കമോണ്ടാ. ചാവടാ. കൊല്ലണോടാ. വെടിവെച്ച് വിടണ. വാടാ. പുറകെ വാ. വന്ന് വണ്ടി കയറി. നമുക്ക് രാജ്യം വിടാം. കമോൺ കേറ്. എടാ പോയി വണ്ടി എടുത്തിട്ട് വാടാ ചേട്ടാ. ഇവന്മാര് എന്തായി കാണിക്കുന്നേ. പെട്ടെന്ന് വാ. ഹെലികോപ്റ്ററെ വിളിക്കട്ടെ. ഹലോ ഹെലികോപ്റ്ററല്ലേ? എടാ മക്കളെ നിങ്ങൾ എവിടെയാണോ? ബോസ് ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് ബോസ്. ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തും. ബോസ് എവിടെയാണ്? ഞാൻ വന്നിട്ടാണ്. നീ പെട്ടെന്ന് ഹെലികോപ്റ്റർ ഡ്രോപ്പ് ചെയ്തിട്ട് വന്ന് കൊണ്ടുപോകും. പെട്ടെന്ന്. ഓക്കെ ബോസ്. ബോസ് നമ്മള് രക്ഷപ്പെട്ടു ബോസ്. എടാ മണ്ട, നീ നോക്കി നിൽക്കാതെ നേരെ വണ്ടി എടുക്കും. പെട്ടെന്ന് നമുക്ക് നമ്മുടെ താവളത്തിലേക്ക് എത്തണം. പെട്ടെന്ന് വണ്ടി എടുക്കടാ. ബോസ് ഞാൻ ചവിട്ടി വിടുവാണ് ബോസ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട ബോസ്. ബോസ് നമ്മുടെ ഹെലികോപ്റ്റർ എന്തോ സംഭവിക്കുന്നു ബോസ്. അയ്യോ ബോസ്. ഓ മൈ ഗോഡ്, ഹെലികോപ്റ്റർ എന്തോ സംഭവിക്കുന്നു ബോസ്. എന്റെ കൺട്രോൾ കിട്ടുന്നില്ല ബോസ്. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ബോസ്. ചക്ക ഞാൻ എന്ത് ചെയ്യാനോടെ പൊട്ടാ. വേറെ വഴിയൊന്നുമില്ല. നമുക്ക് ഹെലികോപ്റ്ററിൽ ചാടിക്കളയാ. വേറെ വഴിയില്ല. ഓ നോ, നമ്മുടെ ക്യാഷ് എല്ലാം പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. The next morning. ഓഹോ, നല്ല ഉറക്കക്ഷീണം. അതെന്താ ഹെലികോപ്റ്റർ? ഇതെന്തത്? ക്യാഷ്, പൈസ. ഇതെവിടെ ഇത്ര പൈസ വന്നേക്കണത്? എന്റെ പൊന്നി, ഇതെവിടെ സംഭവം? ഓ മൈ ഗോഡ്, ഹെലികോപ്റ്റർ എന്തോ ക്രാഷ് ആയിക്കോളുന്നത്. എടാ ചോപ്പേ, നീ വലുതും കണ്ടായിരുന്നോ? ഫ്രാങ്ക്ലിൻ ഭായ് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാനിത് ഒറ്റ രാത്രി കേട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ എണീറ്റ് വന്നപ്പോഴാണ് ഞാനിത് കാണുന്നത്. ചോപ്പേ, എന്നാൽ ഇത് എന്താ സംഭവം? എനിക്കിത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ഹെലികോപ്റ്ററിൽ നിറയെ കാശ് വന്ന് നമ്മുടെ വീടിന്റെ പുറത്ത് വന്ന് ഫുള്ള് വീണെടുക്കണ്ട. ഓ മൈ ഗോഡ്, ഇതെന്താ ചെയ്യുക? ഓ, ഒറ്റ പൈസ ഇല്ലാത്ത സമയത്ത് കറക്റ്റ് ആയിട്ട് ഇത്രയും പൈസ എവിടെ നിന്ന് കിട്ടി? ഓ മൈ ഗോഡ്, സ്വിമ്മിംഗ് പൂളിന്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ. ഓഹോ, താഴെയൊക്കെ ഫുള്ള് ക്യാഷ് ആണല്ലോ. ഓ മൈ ഗോഡ്, ഈ വിവരം പോയി പെട്ടെന്ന് ഷിൻജാനെ വിളിച്ച് പറയട്ടെ. ഷിൻജാനെ എണീക്കടാ. എന്താണ് ഫ്രാങ്ക്ലിൻ ഭായ്? എന്താണ് ഷിൻജാനെ നോക്കടാ, ഫുൾ ക്യാഷ് ഇവിടെ. ഫ്രാങ്ക്ലിൻ ഭായ് ഇത് ഫുൾ പൈസയാണല്ലോ. അതെന്തോ ഹെലികോപ്റ്റർ ക്രാഷ് വന്നു ഫ്രാങ്ക്ലിൻ ഭായ്. ഷിൻജാനെ ഞാൻ അതാണ് പറഞ്ഞത്. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് രാത്രി. ഫ്രാങ്ക്ലിൻ ഭായ് നമുക്ക് അടിച്ച ലോട്ടറിയാണ് ഫ്രാങ്ക്ലിൻ ഭായ് ഇത്. ലോട്ടറിയാ? നീ എന്താ ഷിൻജാനി പറഞ്ഞത്? ഫ്രാങ്ക്ലിൻ ഭായ് നമുക്ക് ലൈഫിൽ ഇത്ര പൈസ കിട്ടാൻ വേണ്ടി പോകണം. നമുക്ക് എന്തായാലും ഈ പൈസ ഉറപ്പായിട്ടും ഫുൾ എടുക്കാം. ഷിൻജാൻ അന്ന് നടക്കുന്നില്ല. ഇതൊക്കെ വലിയ പ്രശ്നവും. നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. ഫ്രാങ്ക്ലിൻ ഭായ് പൊട്ടത്തിനൊന്നും കാണിക്കില്ലേ. പോലീസിനെ വിളിച്ച് പറയണ്ട. നമുക്ക് ഈ പൈസ ഫുൾ എടുക്കാം. നമുക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നു. പൊന്നു ഷിൻജാനെ, നിന്റെ ഈ മണ്ടത്തരങ്ങളൊന്നും പറഞ്ഞിരിക്കില്ല. ഇങ്ങനെ നമ്മൾ ഒരുപാട് വള്ളി പോയി പെട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബാഗ് പൈസ എടുത്തിട്ട് ബാക്കിയെല്ലാം കൊണ്ട് കളയാം. ഫ്രാങ്ക്ലിൻ ഭായ് നിങ്ങൾ ഇങ്ങനെ പറയല്ലേ. നിങ്ങൾക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ അല്ലേ. നിങ്ങൾ ആ ഫ്രണ്ട്സിനെ വിളിച്ച് ഹെലികോപ്റ്റർ മാറ്റാനുള്ള പരിപാടി അത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി തെളിവൊന്നുമില്ല. ഭയങ്കര ഷിൻജാനെ, ചിന്തിച്ചിട്ടൊന്നും കിട്ടണില്ല. ഓക്കെ, എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ഇനിയിപ്പോ എന്തായാലും വേറെ നോക്കാനില്ല. കാരണം ഇത്രയും പൈസ നീ പറഞ്ഞ പോലെ നമുക്ക് ലൈഫിൽ വരാനും പോകണില്ല. ഇതെല്ലാം നമുക്ക് മാത്രം അല്ലട ഷിൻജാനെ. അതെ ഫ്രാങ്ക്ലിൻ ഭായ്, ഇപ്പോഴാണ് നിങ്ങൾ ഫ്രാങ്ക്ലിൻ ഭായ് ആയത്. കൊള്ളാം ഫ്രാങ്ക്ലിൻ ഭായ്. പിന്നെ എത്രയും പെട്ടെന്ന് ഈ പൈസ ഫുൾ നമുക്ക് എടുത്ത് മാറ്റാം. കമോൺ ഷിൻജാനെ, പെട്ടെന്ന് വാരിയുടെ ഫ്രാങ്ക്ലിൻ ഭായ്. ഷിൻജാനെ വാരി ഇട്ടടാ. 2-3 ബാഗ് എന്തായാലും നിറച്ചിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഭായ് ഇത്രയും പൈസ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യും? നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഫ്രാങ്ക്ലിൻ ഭായ്. ചോപ്പേ, നീ സന്തോഷമല്ലോ ചോപ്പേ? ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്ക് എല്ലാ ദിവസവും ഇനി നല്ല രീതിക്ക് ചിക്കനും മട്ടനും ഒക്കെ മേടിച്ചു തന്നെ കേട്ടോ ഫ്രാങ്ക്ലിൻ ഭായ്. ആ കാര്യമൊക്കെ ഞാൻ ഏറ്റടാ ചോപ്പേ. ഷിൻജാനെ, അങ്ങനെ നമ്മൾ ഫുൾ പൈസ ഫുൾ മാറ്റിയടാ. ഇനി പാവം വരുമ്പോഴേക്കും ഈ ഹെലികോപ്റ്റർ മാറ്റിക്കോളും. നമുക്ക് ഇനി ഒന്നും പേടിക്കാനില്ല. ഷിൻജാനെ വാടാ, നമുക്ക് ജസ്റ്റ് പോയി പുറത്തോട്ട്. കമോൺ ഷിൻജാൻ, നീ കുറെ നാളായിട്ട് പറഞ്ഞല്ലേ കുറെ കാർ മേടിക്കണമെന്ന്. നിനക്ക് എന്തായാലും ഒരു കാർ മേടിക്കാനാണ് നമ്മൾ പോകാൻ വേണ്ടി പോണത്. ഈ പേടിക്കണ്ട ഷിൻജാനെ, നിനക്ക് വേണ്ടിയുള്ള സർപ്രൈസുകൾ ഇതിന്റെ അപ്പുറം ഉണ്ട്. ഞാൻ ഒരു ബാഗ് കാശ് മാത്രം എടുത്തിട്ടുള്ളൂ. പക്ഷെ ഈ കാശ് മതി നമുക്ക് എന്ത് വാങ്ങിക്കാനും. ഈ ലോകത്തുള്ള മിക്ക സാധനങ്ങളും നമുക്ക് ഇത് വെച്ച് വാങ്ങിക്കാൻ പറ്റും. അതിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കാർ മേടിക്കണം ഷിൻജാനെ. നീ പേടിക്കണ്ട ഷിൻജാനെ. കൂട്ടാ, കിട്ടില്ല സാധനം തന്നെ മേടിക്കുക കാർ. ഷിൻജാനെ വണ്ടി കയറാ കൂട്ടാ. ഷിൻജാനെ, ഈ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ കാർ ഷോറൂം? ദാ ഇത് തന്നെ കാർ ഷോറൂം. കുറെ കാശുള്ളവനാണ് ഞങ്ങൾ. ഷിൻജാനെ
നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞൂടാ. അത് അയാളാണെന്ന് തോന്നുന്നു. നമുക്ക് പുള്ളിടത്ത് നിന്ന് ചോദിക്കാം. വാറ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ബൈ കുറെ കാശുണ്ടുള്ള കാര്യം ആരോടും പറയണ്ട കേട്ടാ. വെറുതെ നമ്മള് പിടിച്ചിട്ടു. നീ ഒന്നും പേടിക്കണ്ട, വാറ ഷിൻചാനെ. ഹലോ ചേട്ടാ, ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? മോനെ സുഖമായിട്ടിരിക്കുന്നു മകനെ, എന്തൊക്കെയുണ്ട്? ചേട്ടാ ഞങ്ങൾക്ക് ഒരു കാർ വേണം ചേട്ടാ. ഏറ്റവും നല്ല കാറ്, ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഏറ്റവും വില കൂടിയ കാർ, ഏറ്റവും വില കൂടിയ കാറാ. അതിന് നിന്റെ കയ്യിൽ കാശുണ്ടാ? നിന്നെ കണ്ടറിയാലോ ഒരു കാശില്ലാത്ത വീടാണ്. ചേട്ടാ അങ്ങനെ നോക്കണ്ട ചേട്ടാ, നല്ല കാശിന്റെ ചേട്ടാ കയ്യില്. ചേട്ടൻ വിചാരിക്കണ പോലെ ഒന്നും അല്ല. ഓക്കെ, എന്നാ പിന്നെ ശരി, നിന്റെ കയ്യിലുള്ള കാശ് കണ്ട് നിനക്ക് ഇതിന് ഇഷ്ടമുള്ളൊരു വണ്ടി എടുക്ക് നോക്കട്ടെ. എന്നാ പിന്നെ ആഹാ മോനെ, നിന്നെ കൊണ്ട് ഈ വണ്ടിയൊക്കെ പറ്റും. ഇതാകുമ്പോ വലിയ വിലയൊന്നുമില്ല, ഇതിനാകുമ്പോ ഒരു 10 ലക്ഷം രൂപയുള്ളു. ചേട്ടാ ഷിൻചാനെ, ചേട്ടാ BMW ഒപ്പം ഷിൻചാനെ. BMW ആകുമ്പോ മോനെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതാകുമ്പോ ഒരു 30 ലക്ഷം രൂപ വരും. നിന്റെ കയ്യിൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ, കുഴപ്പമില്ല. ചേട്ടാ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പിന്നെയും പറയുന്നു, ഞങ്ങളെ കളിയാക്കരുത്. ഞങ്ങളുടെ ഒരു പൈസ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലേ ഷിൻചാനെ? ചേട്ടൻ മനസ്സിലാവും കുറച്ച് കഴിയുമ്പോ ഫ്രാങ്ക്ലിൻ ബൈന്നുള്ള കാര്യം ചേട്ടൻ ഇപ്പൊ തന്നെ മനസ്സിലാക്കി തരും. പച്ച വണ്ടി. ഷിൻചാനെ ചേട്ടാ ഗോൾഡ് പ്ലേറ്റഡ് വണ്ടിയാണ് ഷിൻചാനെ ഇത്. ആ മോനെ, നിന്നെ കൊണ്ട് ഈ വണ്ടി എടുക്കാൻ പറ്റില്ല. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ $10 മില്യൺ. ഇത് നിന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ വണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചങ്ങലേക്ക് ഇട്ട് വെച്ചേക്കുന്നത്. $1 ബില്യൺ ആണെങ്കിലും ചേട്ടാ ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷിൻചാനെ, നിനക്ക് ഇഷ്ടപ്പെട്ട വണ്ടി? ഫ്രാങ്ക്ലിൻ ബൈ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടിലൻ വണ്ടിയാണ്, നല്ല ഗോൾഡ് കളറൊക്കെ ആയിട്ടുള്ള വണ്ടിയായതുകൊണ്ട് സൂപ്പർ വണ്ടി, നല്ല കാഴ്ച കൊടുക്കുന്ന ഭംഗിയായിരിക്കും. ഈ ചെക്കനാണെങ്കിൽ വാങ്ങിക്കില്ല, സമയം കൊണ്ടാണ് ഇവരൊക്കെ. ഈ വണ്ടി തന്നെ മതിയായിട്ടാ. എന്നാ പിന്നെ ഞങ്ങൾക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷിൻജാൻ ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും നോക്കാല്ലേ. അപ്പം മിസ്റ്റർ കടക്കാരൻ, ഞങ്ങൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വണ്ടിയുടെ ഡീൽ എത്ര ചേട്ടാ? എത്ര വേണം നിങ്ങൾക്ക്? ഈ വണ്ടിക്ക് $10 മില്യൺ ആണ് വില. അപ്പോഴേക്കും ആ വില നിനക്ക് തരാൻ പറ്റുമോ? ചേട്ടാ 10 അല്ല, ഒരു 15 ബില്യൺ വെച്ച് വേണേ കയ്യില്. ഏത്? എടാ മോനെ, നിന്റെ അടുത്തപ്പോ ശരിക്കും കാശ്. ആ ചേട്ടാ പൈസ ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടാ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വണ്ടി എന്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ ഒന്നിനും പാടില്ല. എനിക്ക് ഈ വണ്ടി ബ്ലാക്ക് ആയിട്ട് തന്നെ പറ്റുമോ? പിന്നെ മുഴുവൻ പേയ്മെന്റ് ഞാൻ ക്യാഷ് ആയിട്ട് തരുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നടക്കൂല. ആ ഡീലാണെങ്കിൽ ഡീല്. അതെന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, എനിക്കെന്താ കാര്യം? എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കാശ് കിട്ടിയാ പോരെ. എന്താണെങ്കിലും എന്താ, നിന്റെ പേരിലല്ല ആരുടെയും പേരിൽ ഇറക്കണ്ട, വെറുതെ നീ ഉണ്ടാക്കോ. എന്നാ പിന്നെ ഈ ഡീൽ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. നിന്റെ തന്നെ ഈ വണ്ടി. നീ ഒരു കില്ലാടിയുടെ മോനെ. അപ്പൊ ചേട്ടാ പറഞ്ഞ പൈസ ഫുള്ള് വെച്ചിട്ടുണ്ട്. $18 ബില്യൺ ഉണ്ട്. ചേട്ടനൊരു 50 രൂപ കൂടുതൽ വെച്ചിട്ടുണ്ട്. ചേട്ടാ പോയി ചായ കുടിച്ചോ? ചേട്ടാ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലെന്ന് എന്ത് ചോദ്യം പോലെ ചോദിക്കണം? അത് മതി ചേട്ടാ. അതേ കാശൊക്കെ തന്നെ ഉള്ള എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഷിൻചാനെ കേറാവുന്ന്. ആഹാ കിടിലൻ വണ്ടിയാണ് ഷിൻചാനെ. സീൻ വണ്ടി. സൗണ്ട് കണ്ടു നോക്ക്, സൗണ്ട് കണ്ടു നോക്കട്ടെ. ഓ സീൻ സൗണ്ട് ഷിൻചാനെ. കൊള്ള പൊളി സാധനം. ഇഷ്ടപ്പെടണം ഷിൻചാനെ നിനക്ക്? ഫ്രാങ്ക്ലിൻ ബൈ പൊളി വണ്ടി, ഒന്നും പറയല്ല. ഗോൾഡ്, ഫുള്ള് ഗോൾഡ്. കിടിലൻ വണ്ടിയാണ് ഫ്രാങ്ക്ലിൻ ബൈ. ബൈ ചേട്ടാ, ബൈ ഷിൻചാനെ. അങ്ങനെ പുതിയ വണ്ടി പൊളിയാടാ ഷിൻചാനെ. നമ്മള് ഇത് ഫുള്ള് സീൻ വണ്ടിയാണ് ഷിൻചാനെ. ഈ വണ്ടി കൊണ്ട് നമ്മൾ ഇങ്ങനെ പൊളി പൊളിക്കും. ഷിൻചാനെ നിനക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോളണം. വിലയൊന്നൊരു പ്രശ്നമേ അല്ല. നിനക്ക് അറിയാലോ ഷിൻചാനെ. ഷിൻജാന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ സാധനവും വാങ്ങിക്കും. നമ്മള് കട തന്നെ വേണമെങ്കിൽ മേടിക്കും. വാ. ഹലോ സാർ, നമസ്കാരം സാർ. എന്താണ് താങ്കൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ഡ്രസ്സാണ്. ഏറ്റവും വില കൂടിയ ഡ്രസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആകെയുള്ളത് ഒരു 30 ലക്ഷത്തിന്റെ ഡ്രസ്സാണ് സാർ. എന്നാ പിന്നെ അത് തന്നെ മതി, അല്ലടാ ഷിൻജാനെ? എന്നാ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എടുത്തോളൂ സാർ. ഓക്കെ മാഡം, തകർക്കട്ടെ ഞങ്ങള്. ഇന്ന് ഞാൻ ഷോപ്പ് ചെയ്ത് പൊളിക്കും. വാ ഷിൻജാനെ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ സാർ? എത്രയും മാഡം ബില്ല് പറയൂ. സാർ 25,000 രൂപ സാർ. ഓ only 25,000 rupees my ഷിൻജാൻ. എന്നാ പിടിച്ചോ ക്യാഷ്. സാർ ഐ ആം എക്സ്ട്രീംലി ഹാപ്പി അപ്പൊ സാർ. ഓക്കെ മാഡം, ബൈ. ഞങ്ങൾ പോകുന്നു, നിങ്ങൾ എൻജോയ് ചെയ്യൂ. വാ ഷിൻജാനെ, നമുക്ക് പോവാടാ. ഷോപ്പിംഗ് കഴിഞ്ഞു. പണമുള്ളവൻ കാശുകാരൻ. വാട ഷിൻജാനങ്ങള്. അങ്ങനെ എന്റെ മോൻ ഷിൻചാനെ, നമ്മളിതാ നമ്മുടെ വണ്ടി ഗോൾഡൻ വണ്ടിയായിട്ട് നമ്മള് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത്. വാട ഷിൻചാനെ. ആഹാ അടിപൊളി നൈസ് കാർ അല്ലടാ ഷിൻചാനെ? ഫ്രാങ്ക്ലിൻ ബൈ കേട്ടില്ലെന്ന് വെച്ചാൽ കിടിലൻ വണ്ടി. ഈ വണ്ടി ഫ്രാങ്ക്ലിൻ ബൈക്ക് നന്നായിട്ട് ചേർന്നുണ്ട്. ഷിൻചാനെ നിനക്ക് നന്നായിട്ട് ചേരണ്ട കുട്ട. ഈ വാ, നമുക്ക് അകത്ത് പോയിട്ട് ഇനി റെസ്റ്റ് എടുക്കാം. വാഹാ അടിപൊളി. നല്ല ദിവസമായിരുന്നല്ലോ ഷിൻചാനെ ഇന്ന്. കൊറേ പൈസ പൊട്ടിച്ചു. നമ്മുടെ കയ്യിൽ ഇപ്പൊ കൊറേ പൈസ ഉണ്ട് ഷിൻചാനെ. ഈ പൈസയൊക്കെ വെച്ച് നമുക്ക് തകർക്കണം. ഇങ്ങനെ കള്ളു കുടിച്ചിരിക്കാൻ എന്ത് രസം. വാഹാ ഒറ്റടി. ആഹാ ട്രിപ്പായിട്ടുണ്ട്, കൊള്ളാം. ആരാണ് ഷിൻചാനെ കോളിംഗ് ബെല്ല് വന്നേ? ഫ്രാങ്ക്ലിൻ ബൈ നോക്കിപ്പോളോട്ടാ, നല്ല കള്ളന്മാരാണെങ്കിലാ നമ്മുടെ പൈസ കിട്ടിയ ആർക്കെങ്കിലും അറിയോ? ഹായ് സാർ, ഗുഡ് മോർണിംഗ് സാർ. ഹലോ മിസ്റ്റർ, നിങ്ങളാണോ ഫ്രാങ്ക്ലിൻ? അതെ സാർ. എന്ത് പറ്റി സാർ? നിങ്ങളുടെ വണ്ടിയാണോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ? അയ്യോ സാറേ അല്ല, ഇതെന്റെ വണ്ടിയൊന്നുമല്ല. ഈ വണ്ടി എനിക്കറിയാൻ പാടില്ല. മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങൾ കള്ളം പറയാൻ വേണ്ടി നോക്കരുത്. കാരണം വേറൊന്നുമല്ല, ഈ വണ്ടി ഏറ്റവും വില കൂടിയൊരു വണ്ടിയാണ്. ഗോൾഡ് പ്ലേറ്റഡ് വണ്ടിയാണിത്. ഈ വണ്ടിക്ക് ആണെങ്കിൽ ഭയങ്കര വിലയാണ്. ഇത്രയും വലിയ വണ്ടി രാജകുടുംബത്തിൽ മാത്രമേ പോകാറുള്ളൂ. ഇതെങ്ങനെയാ നിങ്ങൾ വാങ്ങിച്ചത്? അത് പിന്നെ സാറേ, ഞാൻ ആക്ച്വലി എന്റെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഇതിനകത്ത് യാതൊരു പിടിയില്ല. നോ വി ആർ നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടി ആരുടെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ തീരുള്ളൂ. സാറേ
വണ്ടിയുടെ പേരിൽ വേറെ ഒന്നുമില്ല. ആ വണ്ടിക്ക് രജിസ്ട്രേഷൻ ഇല്ല, ഒന്നുമില്ല. നോക്കൂ നിങ്ങൾ, അത് എന്റെ വണ്ടി അല്ലത്. ആരും ഇവിടെ കൊണ്ടിട്ടിട്ട് പോയതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു ഊരാൻ പറ്റില്ല മോനെ. കാരണം ഞങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ വീട്ടിൽ വാദിക്കാണ് ഇട്ടക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും സ്മഗിൾഡ് മണി വല്ലതും ഉണ്ടോ? നീ മോനെ കളിക്കരുത്. നീ ഉള്ള കാര്യം സത്യം പോലെ പറ. ഈ വണ്ടി എന്തായാലും നിന്റെ നിങ്ങൾക്ക് മനസ്സിലായി. സാർ എന്താ സാർ ഇത് തന്നെ പറഞ്ഞിരിക്കണേ? എനിക്കൊരു പിടിയിലൊന്നുമില്ല. റോട്ടിൽ കൂടി പോണ വണ്ടികളെല്ലാം എന്റെ വണ്ടികളാണോ? ഓഹോ, ബ്രില്യന്റ് മൂവ്, ബ്രില്യന്റ് ടോക്സ്. റോട്ടിൽ കൂടി പോകുന്ന വണ്ടികളെല്ലാം നിന്റെ അല്ല, പക്ഷെ ഇവിടെ കിടക്കുന്ന വണ്ടി അത് നിന്റെ ആയിരിക്കും. സോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യണം, അർജന്റ് ആണ്. സാർ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. വൺ ഓഫീസർ കം വിത്ത് മീ. ബാക്കി റെസ്റ്റ് ഓഫ് യു ഇവിടെ തന്നെ നിൽക്കൂ. ഞങ്ങൾ പോയി സെർച്ച് ചെയ്തിട്ട് കമോൺ ഫോളോ മീ ഫുള്ളരെ. മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങൾ എന്റെ കൂടെ വരണം. കമോൺ. ഈ വീട് മൊത്തം ഞാൻ അരിച്ചു പിറക്കും. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, ചീഞ്ഞ് നാറുന്നുണ്ട്. സാർ ഇവിടെ പ്രത്യേകിച്ച് ചീഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞില്ലേ സാർ? താനല്ലല്ലോ പറയേണ്ടത്, ഞാനല്ലേ. ഞാൻ നോക്കട്ടെ ആദ്യം. വാ കമോൺ ഫോളോ മീ ഗൈസ്. എന്തെങ്കിലും ഉണ്ടാവും. വാഹാ, പട്ടിക്കൂട്. ഇവിടെ എന്തായാലും ഉണ്ടാവും. പട്ടിക്കൂടിന്റെ അവിടെ ചെന്ന് നോക്കാം എന്താ ഉള്ളത്. ഇവിടെ ഒന്നുമില്ല. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് സ്ഥലത്ത് പോവാ. സ്വിമ്മിംഗ് പൂളിന്റെ അടിയില് ഒന്നുമില്ല. ഓക്കെ ഫൈൻ. എവിടെയാ തന്റെ വീടിന്റെ അകത്തേക്ക് കയറുന്ന വഴി എവിടെയാണോ? സാർ അകത്തേക്ക് കയറുന്ന വഴി അപ്പുറത്തെ വഴിയാണ്. കമോൺ ഓഫീസർ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. നമുക്ക് അകത്ത് പോയി ചെക്ക് ചെയ്യാം. ഇവന്റെ ബെഡ്റൂമിൽ എന്തെങ്കിലും ഉണ്ടാവും ഉറപ്പാട്. ഇതെന്താണ് ഇവിടെ? സാറേ ഇതൊരു ബോളാണ് സാറേ. ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ ബാസ്കറ്റ് ബോളിന്റെ സാധനമാണ് സാറേ. ഓക്കെ, ബാസ്കറ്റ് ബോളെങ്കിൽ ബാസ്കറ്റ് ബോൾ. മാറിക്കണോ വഴി. ഇയാളൊക്കെ എന്ത് ഇങ്ങനെ? വാ ഈ ഡോർ തുറക്കണം. സാർ ഈ ഡോർ അടച്ചിട്ട് ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല സാർ. അത് നമ്മുടെ ഓണർ പൂട്ടിയിട്ടിട്ട് പോയതാണ്. അപ്പൊ നമ്മള് ഇതുവരെ തുറന്നിട്ടില്ല. തുറക്കാത്തോണ്ടാണ് അത്. എന്റെ ഒരു താക്കോലും ഇല്ല. സത്യമാണ് സാർ പറഞ്ഞത്. വേണമെങ്കിൽ ആ ഡോറിനകത്തുള്ള മാറാമ്പലും ഇതുവരെ തുറന്നിട്ടില്ല സാർ. സത്യമാണ് സാർ ഞാൻ പറയുന്നത്. കണ്ടോ എനിക്ക് തലവേദന എടുക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് കൺവിൻസിങ്. നോക്കട്ടെ വേറെ ഇനി എവിടെയാ റൂം ഉള്ളത്? അപ്പുറത്തും കൂടെ ഞാൻ നോക്കട്ടെ. ഇവിടെ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ മോനെ ഫ്രാങ്ക്ലിൻ എന്നിട്ട് പരിപാടി തീർന്നു കേട്ടോ. സാർ ഞാൻ അത്ര ഉറപ്പ് പറയും സാർ. ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ല സാർ. എനിക്ക് അങ്ങനെ ഒരു പൈസയും കിട്ടിയിട്ടില്ല. ഞാൻ ആരും ഒരു ഫ്രോഡും അല്ല സാർ. ഞാനൊരു പാവപ്പെട്ട ഫ്രാങ്ക്ലിൻ സാർ. ചില്ലറ ചെറിയ ഡെലിവറി പരിപാടികളൊക്കെ ആയിട്ട് സാർ ഞാൻ ജീവിച്ചു പോവാണ് സാർ. എനിക്കല്ലാണ്ട് വേറെ വലിയ മാർഗങ്ങളൊന്നും ഇല്ല സാർ. ഞാൻ ഒരു പാവമാണ് സാർ. അതെ സാർ, ഫ്രാങ്ക്ലിൻ ബൈ പാവാണ് സാർ. ഓക്കെ പാവങ്ങളും പാവപ്പെട്ടവനൊക്കെ ഇങ്ങോട്ട് വന്നേ. നോക്കട്ടെ ഇതിനകത്ത് എന്താടാ? ഈ റൂം അതുപോലെ തന്നെ ഇരിക്കും. ഓർഡർ പൂട്ടിട്ടേ കളിക്കും അല്ലേ? അതെ സാർ. സാറിന് എങ്ങനെ മനസ്സിലായി? സാർ ഇവൻ പറഞ്ഞൊക്കെ കള്ളാണെന്ന് തോന്നുന്നു സാർ. ഇവൻ നുണയനാണ്. ഇവൻ പറഞ്ഞത് എല്ലാ റൂമും പൊട്ടിട്ടേക്ക് വന്നു സാർ. ഇല്ലടോ, അവൻ പറയണ്ടറിയാം. അവന്റെ കണ്ണ് താഴുന്നില്ല. അതിന്റെ അടുത്ത് അവൻ സത്യം പറയണത്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല എവിഡൻസിലായിട്ട്. സസ്പീഷ്യസ് ആയിട്ടൊന്നും ഇവിടെ ഇല്ലാത്തതോടെ ഞങ്ങൾ തൽക്കാലം പോകുന്നു. പക്ഷേ നിങ്ങളുടെ ആ കാറ് അത് ഞങ്ങൾ കൊണ്ടുപോകും. വേറൊന്നുമല്ല, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ കാറ് ഞങ്ങൾക്ക് വേണം. ഓക്കെ സാർ, നമുക്ക് പോകാം. വാ. ഫ്രാങ്ക്ലിൻ ബൈ പാവാണെന്ന് ഞാൻ പറഞ്ഞില്ല സാർ. പാവങ്ങളെയൊക്കെ കണ്ട് ഇനി നമുക്ക് പോവാം. കമോൺ എസ് പി, കമോൺ ലെറ്റ്സ് ഗോ. ഫ്രാങ്ക്ലിൻ ബൈ നിങ്ങൾ എന്തീ കാണിക്കണത്? ഷിൻജാണ് ഇന്ന് അർമാദിക്കേണ്ട ദിവസമാണ്. നമ്മുടെ കയ്യിൽ പോലീസ് വന്നിട്ട് നമ്മുടെ പൈസ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് പൊളിക്കാം. ഷിൻജാനെ പൊളിക്കണ ഷിൻജാനെ. ഫ്രാങ്ക്ലിൻ ബൈ നിങ്ങൾ എന്താണ് പൈസയൊക്കെ ഇവിടെ മാറ്റി? ഞാനോട് താഴത്ത് വരുമ്പോ പൊക്കൊന്നും. ഷിൻജാൻ അത് ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അപ്പുറത്ത് മാറ്റി നമ്മുടെ ടെറസിന്റെ പൊക്കത്ത് ഒരു പെട്ടിയിലാക്കി എല്ലാം കൂടി വെച്ചിട്ടുണ്ട്. ഏത് എന്റെ ഐഡിയ നീ കണ്ടടാ ഷിൻജാനെ? ഫ്രാങ്ക്ലിൻ ബൈ നിങ്ങൾ ചിലപ്പോ പുലിയാണ് കേട്ടോ. നീ പോയി എന്താന്ന് വെച്ചാൽ ടി വി എല്ലാം കാണിച്ചല്ലേ? ഞാൻ എന്തായാലും പോയിട്ട് നൈസായിട്ട് പോയിട്ട് ഒന്ന് നമ്മുടെ ഫുഡ് മേടിക്കാനുള്ളത് പോയിട്ട് വരാം. ഫുഡ് മേടിച്ചിട്ട് പെട്ടെന്ന് വരാം ഷിൻജാനെ. ഞാൻ 1 hour later. ഷിൻജാനുള്ള പിസയും മേടിച്ച് നമുക്ക് ഇനി വേഗം വീട്ടിലേക്ക് പോവാം. ഹലോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, ഇതാരാണത്? ഞാൻ നിങ്ങളുടെ ഒരു അജ്ഞാതൻ. നിന്റെ ഷിൻജാൻ എന്റെ കയ്യിലുണ്ട്. ഷിൻജാൻ നിങ്ങളിലുണ്ടോ? നിങ്ങൾ ആരാണ്? എന്താ വേണ്ടത്? നീ ഒരു തെറ്റ് ചെയ്തു ഫ്രാങ്ക്ലിൻ. ഞങ്ങൾ കഷ്ടപ്പെട്ട് ബാങ്ക് റോബറി ചെയ്ത കാശ് നീ എടുത്തു വെച്ചു. പറയുന്ന ലൊക്കേഷനിൽ 1 മണിക്കൂറിനകം എത്തിയില്ലെങ്കിൽ നിന്റെ ഷിൻജാൻ. എനിക്ക് പൈസ ഒന്നും വേണ്ട. ഷിൻജാൻ തിരിച്ചു തന്നാൽ മതി. എവിടെയാ വരേണ്ടത്? ലൊക്കേഷൻ ആയിട്ട്. എന്റെ പൈസ ആയിട്ട് വന്നാൽ നിനക്ക് നിന്റെ ഷിൻജാനായിട്ട് പോകാം. ഷിൻജാൻ ഒന്നും ചെയ്യരുത്. ഞാൻ പൈസ എടുത്ത് ഇപ്പൊ തന്നെ വരാം. നമ്മുടെ ഷിൻജാൻ പിടിച്ചു വെച്ചേക്കണാണ്. ഏതോ ടീംസ് എനിക്ക് തോന്നണ ആ പൈസ അടച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവന്മാരെ ഹെലികോപ്റ്റർ ആശയപ്പോ മരിച്ചെന്ന് ഓർത്തത്. പക്ഷെ അവന്മാരുടെ പുറകിൽ വേറെ ഏതൊരു വലിയൊരു ക്രൂ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും എന്റെ ഷിൻജാനെ മതി. എനിക്ക് പൈസ വേണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്താം. നമ്മുടെ ഷിൻജാനെ കാണണം. ഇവിടെ നമുക്ക് വേഗം ടെറസിൽ കയറിയാൽ ഉള്ള പൈസ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വില്ലന്മാരെ വിളിക്കണം. അവിടെ ഗ്യാപ്പിൽ നമ്മുടെ ചെക്കൻ തട്ടിക്കൊണ്ട് വേറെ കൊടുക്കാം. നമുക്ക് പൈസ എടുക്കട്ടെ. തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പൈസ എടുക്കുക. അതായിരിക്കും ഞാൻ ആ ബോക്സിനകത്താക്കിയാണ് വെച്ചത്. 3 ബോക്സിനടുത്താക്കി വെച്ചിട്ടുണ്ട്. മൊത്തം കെട്ടിക്കൂട്ടി സീൽ ചെയ്ത് വെച്ചേക്കണം. അതുകൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റില്ല. എടുത്ത് എത്രയും പെട്ടെന്ന് അൺലോഡ് ചെയ്ത് താഴേക്ക് ഇറക്കാം. ഈ ബോക്സ് എന്തൊരു വെയിറ്റ് ദൈവമേ. ഇത്രയും വെയിറ്റുള്ള ബോക്സിന് എടുത്തിട്ടില്ല. കയറ്റിയപ്പോൾ ഇത്രയും ബലം ഉണ്ടായിരുന്നില്ല. അവന്മാരെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഷിൻജാൻ നമുക്ക് തിരിച്ചെത്തിക്കണം. സാധനങ്ങളെല്ലാം നമ്മൾ കെട്ടി 4 ബോക്സ് ഉണ്ടായിരുന്നു. അത് 4 കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവന്മാരെ ഒന്ന് ഫോൺ വിളിക്കാം. പൈസ ഫുൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങോട്ടാ വരേണ്ടത്? വെരി ഗുഡ് മിസ്റ്റർ ഫ്രാങ്ക്ലിൻ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ അയക്കാം. അങ്ങോട്ട് വരൂ. നിങ്ങൾ ഷിൻജാനെ ഒന്നും ചെയ്ത് ഞാൻ എന്താ എത്തി. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഷിൻജാനെ പോയി വിളിക്കാം. അവന്മാര് ലൊക്കേഷൻ ഇപ്പോൾ അയക്കാം. അവന്മാര് ഷിൻജാനാണ് വേണ്ടത്. ഷിൻജാനെ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഷിൻജാനോടെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ആ ലൊക്കേഷൻ നോക്കാം. ഓക്കെ അയച്ചിട്ടുണ്ട്. യെസ്,
ഈ ലൊക്കേഷൻ എനിക്ക് അറിയാം. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താം. നമ്മുടെ ഷിൻജാനെ നമുക്ക് എത്രയും പെട്ടെന്ന് വേണം. ഷിൻജാന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ ലൊക്കേഷൻ എത്രയും പെട്ടെന്ന് എത്താം. നമുക്ക് പോവാം ഇവിടെ നിന്ന്. അങ്ങനെ അവന്മാർ പറഞ്ഞ ലൊക്കേഷൻ എത്താറ് ഈ ഭാഗത്താണ് ഈ ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവിടെ വരാണ് കറക്റ്റ് അവന്മാർ പറഞ്ഞത്. ഇത് തന്നെ എക്സാക്ട് ലൊക്കേഷൻ. ഇത് തന്നെ എക്സാക്ട് ലൊക്കേഷൻ. നമുക്കിവിടെ വണ്ടി നിർത്താം. എന്നിട്ട് അവന്മാരെ വിളിക്കാം. മറ്റേ പൈസയും വെച്ചിട്ട് എനിക്കൊന്നും വേണ്ട. എനിക്ക് എൻ്റെ ഷിൻജാനെ മാത്രം മതി. ഇവിടെ അവന്മാരുടെ ഫോൺ ഇവിടെ ആരെയും കാണുന്നില്ല. ഈ കാറ് മാത്രം അടപ്പുള്ളൂ. നമുക്ക് എന്തായാലും അവന്മാരെ വിളിക്കാം. ഞാനിവിടെ നിങ്ങൾ പറഞ്ഞ ലൊക്കേഷനിലുണ്ട്. വെരി വെരി ഗുഡ് മിസ്റ്റർ ഫ്രാങ്ക്ലിൻ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഷിൻജാനെ ഇപ്പൊ കിട്ടും. നിങ്ങൾ ആ പൈസ ബാക്ക് സൈഡ് ഒരു കണ്ടെയ്നർ ഉണ്ട്, ആ കണ്ടെയ്നറിൽ കൊണ്ട് വെച്ചിട്ട് പോയിക്കോളൂ. അല്ല അപ്പൊ എന്റെ ഷിൻജാൻ അത് വെച്ച് കഴിയുമ്പോ തന്നെ നിനക്ക് നിന്റെ ഷിൻജാനെ കിട്ടും. ടൈമില്ല കളയാൻ ഫ്രാങ്ക്ലിൻ, വേഗമാവട്ടെ. നമുക്കിനി പൈസ ഇതിന്റെ പൊക്കത്തേക്ക് എടുത്ത് ലോഡ് ചെയ്യാൻ. നമുക്ക് ടൈം കളയാണ്ട് നമുക്ക് ഇതിന് പൈസ എടുത്ത് ലോഡ് ചെയ്യാം. കമോൺ. Later. തായോ മറ്റേ ബോക്സ് ഇരിക്കുന്നു. എനിക്ക് ബോക്സ് ഒന്നും വേണ്ട. ഈ ബോക്സ് ഇരിക്കട്ടെ. എനിക്ക് പറഞ്ഞ വാക്ക് ഒരു പാലിക്കൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് എന്തായാലും അവരെ വിളിച്ചു നോക്കാം. ഷിൻജാനെ വിളിക്കട്ടെ. ഷിൻജാനെ വേണം. കളിക്കരുത്. ഹലോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, പൈസ വെച്ചത് ഞങ്ങൾ കണ്ടു. ഇനി നിനക്ക് നിന്റെ ഷിൻജാനെ വേണമല്ലേ? അതെ എനിക്ക് ഷിൻജാനെ വേണം. നിന്റെ ഷിൻജാൻ ഞങ്ങളുടെ വണ്ടിയിലുണ്ട്. നിന്റെ വണ്ടിയുടെ മുമ്പിൽ കിടക്കുന്നൊരു വണ്ടി കണ്ടോ? ആ വണ്ടിയുടെ ഡിക്കി തുറന്ന് നോക്കടാ. ചെന്ന് നോക്കടാ. നമ്മുടെ ഇതിന്റെ ഫ്രണ്ടിൽ വണ്ടി ഷിൻജാൻ ഡിക്കി. ഓ മൈ ഗോഡ്, നമ്മുടെ ഷിൻജാനിലേക്ക് കിടക്കണം. ഷിൻജാനെ എടാ എണീക്കടാ. ഷിൻജാനെ എണീക്കടാ. ദൈവമേ, നമ്മുടെ ഷിൻജാൻ അവന്മാര്. ഓ ഗോഡ്, നമ്മുടെ ഷിൻജാൻ എണീക്കടാ. ഫ്രാങ്ക്ലിൻ ഒന്നും പറയണ്ട. ഞാൻ ആ പോയ സമയത്തില്ലേ 2-3 പേര് വീട്ടിൽ കയറി വന്ന് അവന്മാരെന്നെ ക്ലോറസം മണിപ്പിച്ചിട്ട് കൊണ്ടുപോയി. ഫ്രാങ്ക്ലിൻ കൊണ്ടുപോയി. ഷിൻജാനെ, നമ്മൾ ഈ പൈസയൊക്കെ എടുത്തു വെച്ചത് വലിയ ബുദ്ധിമുട്ടാണ് ഷിൻജാനെ. നമുക്ക് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേ വേണ്ട. നമ്മൾ ഇപ്പൊ തന്നെ വലിയ റിസ്കിലൂടെ വന്നത്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല ഷിൻജാനെ ലൈഫില്. സോറി ഫ്രാങ്ക്ലിൻ ബൈ, ഞാൻ ഇവിടെ നിന്ന് വിളിച്ചിരുന്നാ മതിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. സോറി ഫ്രാങ്ക്ലിൻ ബൈ. ഷിൻജാൻ, ഇത് നമുക്കൊരു പാഠമായിരിക്കട്ടെ. ഇനി നമ്മൾ ഒരു കാരണവശാലും ഇതേവരെ അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് ഷിൻജാനെ. എന്തിനാ അതിന്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ.